നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളുടെ ആ ഒരു ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. എങ്കിലും ജസ്റ്റ് ഇവരുടെ ഷേപ്പ് നോക്കിയിട്ട് ഇവരുടെ മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ പ്ലക്കോ ആണ്. കോമൺ പ്ലക്കോയുടെ ആൽബിനോ വേർഷനാണ്. ഇതിൻ്റെ ബ്ലാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത് ആൽബിനോ വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചെറിയ സൈസ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് സൈസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. മിനിമം ഒരു 5 ഇഞ്ച് സൈസൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നതില്ലേ, ആ മുകളിൽ കാണുന്നത്, അത് മെയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഷേപ്പ് ഏകദേശം മെയിലിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും അവരുടെ വയറിൻ്റെ ആ ഭാഗത്ത്. അതുപോലെ ഈ കാണുന്നത് ഫീമെയിൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ? അതിൻ്റെ വയർ ഭാഗത്ത് ഒരു ബൾജ് കാണാം. അതായത് ഒരു സ്ട്രെയിറ്റ് വി ഷേപ്പ് അല്ല, ഒരു യു ഷേപ്പ് പോലെയാണ് വയറിൻ്റെ അവിടെ കാണുന്നത്. അതായത് വയറിൻ്റെ ഭാഗം ബൾജ് ചെയ്തിരിക്കും. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇരിക്കില്ല എന്ന് ചുരുക്കം. ഫീമെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, മെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ അവിടെ ബൾജ് ഇല്ലാതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ മെയിലിനെയും ഫീമെയിലിനെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വയറിൻ്റെ അവിടെ, ബൾജ് ഇല്ലാതെ. മെയിലാണെങ്കിൽ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ ആ ഭാഗത്ത് ഒരു ബൾജ് കാണാം. എന്നിട്ടായിരിക്കും ബോഡി ഇങ്ങനെ സ്ലിം ആയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് ഏകദേശം ഒരു മെയിൽ ഫീമെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ പൊതുവേ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. വയറിൻ്റെ അവിടുത്തെ ആ ഒരു ബൾജ്, അതുപോലെ തന്നെ മെയിലിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും. അതുപോലെ ഫിൻസൊക്കെ കുറച്ച് നീണ്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഫീമെയിലിനേക്കാളും നല്ല നീളം കാണും ഫിൻസിന്. ഫിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിറകുകൾ. ഇപ്പോൾ ഈ ഫീമെയിലിൻ്റെ വാലിൻ്റെ ആ ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാലിൻ്റെ അറ്റം എന്ന് പറയുന്നത് അത്ര പോയിൻറ്റഡ് അല്ല. അതായത് വല്ലാതെ അങ്ങ് നീണ്ടിരിക്കുന്നില്ല. പക്ഷേ മെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി നീണ്ടിരിക്കുന്നത് കാണാം. അതായത് ഇതിൻ്റെ ടെയിൽ ഫിൻസ്, വാലിൻ്റെ അറ്റം, ആ ഭാഗം കുറച്ചും കൂടി നീണ്ട് പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമാണ് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സക്കർ കാറ്റ് ഫിഷുകളുടെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യില്ല. പെയർ ആയിട്ടായിരിക്കും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ. അതേസമയം 2 മെയിലുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അതായത് ഒരു അക്വേറിയത്തിൽ നിങ്ങൾ 2 മെയിലിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുന്നത് കാണാം. ഒന്ന് മറ്റൊന്നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആട്ടിപ്പായിക്കുന്നതൊക്കെ കാണാം. അത് നമ്മൾ പണ്ട് അക്വേറിയത്തിൽ 2 മെയിലുകൾ ഇട്ട സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മെയിലും ആണെന്നുണ്ടെങ്കിൽ അവർ ടെറിട്ടോറിയൽ സ്വഭാവം കാണിക്കും. ഒന്ന് മറ്റൊന്നിനെ ഓടിക്കുന്നത് കാണാം. അതേസമയം മെയിലും ഫീമെയിലും ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരുമിച്ച് നടക്കുന്നതൊക്കെ കാണാം. ഏകദേശം ഒരു സ്ഥലത്ത് തന്നെ 2 പേരും ഒരുമിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഫീമെയിലും ആണെന്നുണ്ടെങ്കിലും അധികം ഫൈറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവർ ഏകദേശം ഒരുമിച്ചൊക്കെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. എങ്കിലും പെയറായിട്ട് നടക്കുന്നതൊന്നും ഫീമെയിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയറായിട്ട് നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ പെയറായിട്ട് ഇരിക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും മെയിലിൻ്റെ അത്ര പ്രോബ്ലം, അതായത് കടിപിടിയൊന്നും 2 ഫീമെയിലുകളാണെങ്കിലും ഉണ്ടാവില്ല. പക്ഷേ ഫീമെയിലുകളുടെ ഷേപ്പ് ഈ പറഞ്ഞ പോലെ ആയിരിക്കും. കണ്ടില്ലേ? ഇത് ഫീമെയിലിൻ്റെ ഒരു ഷേപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഷോർട്ടായിട്ടുള്ളൊരു ലെങ്ത്ത് കാര്യങ്ങളെല്ലാം കുറച്ച് ഷോർട്ടായിരിക്കും. എന്നിട്ട് വയറിൻ്റെ ഭാഗത്തൊരു ബൾജും ഉണ്ടായിരിക്കും. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഈ കാണുന്ന ഒരു സൈസിലൊക്കെ ആവണം. അതായത് ഒരു 6 ഇഞ്ചൊക്കെ മിനിമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. തീരെ ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷേപ്പ് നോക്കി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ടബ്ബുകളിൽ കിടന്നിരുന്നതാണ്. നമ്മൾ 2 ടബ്ബുകളിലായിട്ട് ഇവരെ ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവരെ മാറ്റാൻ പോവുകയാണ്. നമ്മളിവരെ എവിടേക്കാണ് ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും കിടക്കുന്ന ഔട്ട്ഡോർ ടാങ്കിലേക്കാണ്. അതിലിപ്പോൾ ഒരു ജയൻറ്റ് അക്വേറിയം കിടക്കുന്നുണ്ട്. മാറ്റുന്നതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ഈ കണ്ടെയ്നറിലേക്ക് ഇട്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒരു മെയിലും ഫീമെയിലിൻ്റെ ഒരു സൈൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.